പ്രൈസ് ഗാഡ്. Praise God. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയുടെ സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാർത്ഥന എന്നുള്ളൊരു വിഷയം ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ മാത്രം വിട്ടു. അതെ. എൻ്റെ അർത്ഥങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞേ ഉള്ളൂ. ഞാനന്ന് പറഞ്ഞായിരുന്നു പ്രാർത്ഥന ഒരു ബിഗ് സബ്ജക്റ്റാണ്. എന്നാലും നമ്മൾ കുറച്ച് നമുക്കത് വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. പ്രാർത്ഥന പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞാൽ നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥന ഇല്ലാതെ ഒരു ദൈവത്തിൻ്റെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കത്തില്ല. പിന്നെ നമ്മൾ ശ്വസിക്കുന്നത് പോലെയാണ് പ്രാർത്ഥന. പല രീതിയിലുള്ള പ്രാർത്ഥനയുണ്ട്. എന്നാൽ ഓരോന്നും നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പ്രാർത്ഥന കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥന പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങളെല്ലാം ഒരു ലീഗൽ സൈഡാണ് പറഞ്ഞിരിക്കുന്നത്. നിയമപരമായ ഒരു വശമാണ് ലീഗൽ ഉപമകൾ പറഞ്ഞിരിക്കുന്നത്. വിധവയുടെയും ഒരു ജഡ്ജിയുടെയും മനുഷ്യനെ ദൈവത്തെ പേടിയും മനുഷ്യന് ശങ്കമില്ലാത്ത ഒരു ജഡ്ജിയുടെയും ഉപമ മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ ഉപമയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ അനേക കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളെല്ലാം വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കാൻ. അതൊരു സ്പിരിച്വൽ സൈഡ് ഓഫ് പ്രേയറാണ്. ഈ ലീഗൽ സൈഡ് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥനയുടെ ഒരു ആത്മിക വശം ഒന്ന് ചിന്തിക്കാം. ചിലപ്പോൾ ഇപ്പോൾ ഇന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകളിൽ അത് എടുക്കാം തീർച്ചയായിട്ടും. അപ്പോൾ പ്രെയർ എന്ന് പറഞ്ഞാൽ പ്രെയറിലൂടെയാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ പ്രോമിസസ്, ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആക്സസ് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിൽ റിസീവ് ചെയ്യുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന ഉപമകൾ ലീഗൽ സൈഡാണ് അതിൻ്റെ. അപ്പോൾ ആ വിധവ പോലും അന്നത്തെ നമ്മുടെ സമൂഹം വെച്ച് ചിന്തിക്കുമ്പോഴേക്കും ഒരു വിധവയ്ക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തൊരു മേഖലയാണ്. സമൂഹത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തായിരിക്കുന്ന ഒരു ജഡ്ജ്, അനീതിയുള്ള ഒരു ജഡ്ജ്. വിധവ എന്ന് പറഞ്ഞാൽ അന്നത്തെ കൾച്ചർ നമ്മൾ നോക്കുമ്പോഴേക്കും സമൂഹത്തിലെ ഏറ്റവും ലോവസ്റ്റ് കാസ്റ്റാണ്. കാരണം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സഹോദരന്മാരുണ്ടെങ്കിൽ വിവാഹം കഴിക്കും, ഇല്ലെങ്കിൽ ഷീസ് ഹോംലെസ് അന്നത്തെ സമയത്ത്, ലിറ്ററലി. അപ്പോൾ ഏറ്റവും സമൂഹത്തിൽ താഴെയുള്ളൊരു സ്ത്രീയെയും സമൂഹത്തിൽ ഉന്നതര സ്ഥാനം വഹിക്കുന്ന ഒരു ജഡ്ജിയുടെയും കമ്പയർ ചെയ്തിട്ടാണ് ആ ഉപമകർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതൊരു കോർട്ട് സെറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ നിയമപരമായ വശം. അപ്പോൾ ഇത് ദൈവം നമ്മൾ അങ്ങനെ ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലേ, ഇതൊരു ദൈവരാജ്യമാണ്. നമ്മൾ ദൈവരാജ്യത്തിലെ ഇല്ലെങ്കിൽ സിറ്റിസൺസാണ് നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികൾ എന്നെല്ലാം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊരു രാജ്യത്തിന്റെ വ്യവസ്ഥയിൽ ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും കർത്താവ് പറഞ്ഞ ഉപമകൾ മേക്ക് സെൻസ് ചെയ്യും നമുക്ക് പലപ്പോഴും അല്ല. അപ്പോൾ നമ്മുടെ അവകാശത്തെക്കുറിച്ച് തിരിച്ചറിയുന്ന അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന് ഫലമുണ്ടാകുന്നത്. ഇപ്പം നമ്മളിപ്പോൾ അമേരിക്കയിൽ താമസിക്കുന്നു അല്ലേ, നമ്മൾ സിറ്റിസൺസ് ആണ് തീർച്ചയായിട്ടും. അപ്പം നമുക്കിവിടെ വോട്ട് അവകാശമുണ്ട്. ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ വോട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ വർഷം ഇലക്ഷൻ നടക്കുമ്പോഴേക്കും നമുക്ക് ബാലറ്റ് പേപ്പർ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അധികാരികളോട് പറയാം, ഐ ഡിഡ്ന്റ് റിസീവ് മൈ ബാലറ്റ് അല്ലേ. അവർ വീട്ടിൽ അയച്ചു തരികയാണ് ചെയ്യുന്നത് ഇവിടെ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പോയി വോട്ട് ചെയ്യാം, എന്നാൽ അവർ ബാലറ്റ് അല്ലെങ്കിലും എല്ലാ വീടുകളിലും അയച്ചു കൊടുക്കും. പക്ഷെ നമുക്ക് ഇൻ കേസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് നമ്മൾ സിറ്റിസണായി കഴിയുമ്പോൾ, ഈ രാജ്യത്തെ പൗരനായി കഴിയുമ്പോൾ നമുക്കുള്ളൊരു അവകാശമാണ് ഈ രാജ്യത്ത് വോട്ട് ചെയ്യുക എന്നുള്ളത്. എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ രാജ്യത്തിൽ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം നമുക്ക് അവരോട് ചോദിക്കാം. ഐ ഡിഡ്ന്റ് റിസീവ്, എനിക്ക് എൻ്റെ ബാലറ്റ് പേപ്പർ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നേ പറ്റത്തുള്ളൂ അല്ലേ. ആരായാലും അവർക്കത് കൊടുത്തേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഈ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ദൈവരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ദൈവത്തിന്റെ വചനം. അപ്പൊ ദൈവത്തിന്റെ വചനം പ്രകാരം നമ്മൾ ചോദിക്കുമ്പോഴേക്കും ദൈവത്തിന് തന്നേ പറ്റത്തുള്ളൂ. പലപ്പോഴും നമ്മൾ യാക്കോബ് അപ്പോസ്തലന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങളുടെ ഭോഗേച്ഛകളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇതെല്ലാം പ്രാർത്ഥനയുടെ അനേക മേഖലകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലീഗൽ സൈഡും സ്പിരിച്വൽ സൈഡും ഞാൻ നിങ്ങളോട് പറയാം. നമുക്ക് ആ ഉപമ നമ്മളൊന്ന് നോക്കിയാൽ, കർത്താവ് യേശു ക്രിസ്തു മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ അല്ലേ, നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചില്ലായിരുന്നു. നമ്മുടെ മലയാളത്തിൽ അതൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം
മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോടൊരു ഉപമ പറഞ്ഞത്. കർത്താവ് യേശു ക്രിസ്തു പറയുക, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ പ്രതിയോഗിയുടെ പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എൻ്റെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾക്കുവിൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നതിൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? അതിലൊരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും രക്ഷിക്കും. പക്ഷെ നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ അടുത്ത വാക്യം കൂടി വായിച്ചിട്ട് ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 8-ാം വാക്യം, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. തുടങ്ങുന്നത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം, നിർത്തുന്നത് മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ. ഓക്കെ, ഇപ്പം നമ്മൾ പലപ്പോഴും നമുക്ക് ആൾക്കാർ എംഫസിസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴും എടുക്കുന്നത് ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന ഭക്തന്മാരുടെ കാര്യത്തിൽ. ഇപ്പം നമ്മൾ രാപ്പകൽ ഇങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കും. നിലവിളിക്കേണ്ടതല്ല, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, കണ്ണുനീരിന് ശക്തിയുണ്ട്. പക്ഷേ ഇവിടെ ആ വിധവ കണ്ണുനീര് ഒഴുക്കി പ്രാർത്ഥിക്കാനായിട്ടൊന്നും പറയുന്നില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, കണ്ണുനീര് പ്രാർത്ഥിക്കുന്നതിന് ശക്തിയുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞ ഉപമ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, അല്ലേ? പക്ഷെ ആ ന്യായാധിപതി പറയുന്നു, കാരണം അവളുടെ ഭാഗത്ത് ഏത് കാര്യത്തിനോ വന്നത്, അതിന് ന്യായം അവളുടെ ഭാഗത്താണ്. അപ്പൊ അത് ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ അനീതിയുള്ള ന്യായാധിപനായാൽ പോലും ആ നീതിയുള്ള ഒരു കാര്യം ഏറ്റവും ചെറിയ സമൂഹത്തില് താഴെക്കടലുള്ള ഒരു സ്ത്രീ വന്ന് ചോദിച്ചാല്, അല്ലെങ്കിൽ ഒരു വിധവ വന്ന് ചോദിച്ചാല് നടത്തി കൊടുത്തിരിക്കും. എന്നിട്ട് അത് കമ്പയർ ചെയ്തിട്ടാണ് യേശുക്രിസ്തു പറയുന്നത്, ഈ അനീതിയുള്ള ദൈവമോ അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾക്കുവിൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നതിൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? സോ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തില് വിശ്വാസത്തിൽ നമ്മൾ മടുത്തു പോകരുത് ഒരിക്കലും. ഓക്കെ, നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം, ഇതെന്റെ റൈറ്റ്, അല്ലാതെ ഇതൊരു ദാനമല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു ലീഗൽ സൈഡാന്ന് ഞാൻ പറഞ്ഞു, ന്യായാധിപൻ. അതിന്റെ സ്പിരിച്വൽ സൈഡ് ഞാൻ എടുക്കാം, അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊരു ലീഗൽ സൈഡ് എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിലെ ഏറ്റവും താഴെക്കടയിലുള്ള വിധവയ്ക്ക് പോലും അറിയാം, ഇതെനിക്ക് നടത്തി തന്നേ പറ്റത്തുള്ളൂ, കാരണം ദിസ് ഈസ് മൈ റൈറ്റ്. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ പോലെ നമ്മളിവിടെ സിറ്റിസൺ ആയിക്കഴിയുമ്പോൾ വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അത് ഗവൺമെന്റിന് നമുക്ക് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ, ഓക്കെ, വിശ്വാസത്തോടെ നമ്മൾ ചോദിച്ചാൽ അത് തിരുവചനപ്രകാരമാണെങ്കിൽ അത് നടന്നിരിക്കും, നടത്തി തന്നിരിക്കും. വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ കർത്താവ് കൊണ്ടൊന്ന് നിർത്തുന്നത്, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? പലപ്പോഴും വിശ്വാസം നമ്മൾ ക്ഷീണിച്ചു പോകും, വിശ്വാസത്തിൽ നമ്മൾ മടുത്തു പോകും. പ്രാർത്ഥിച്ചു, ഒന്ന് പ്രാർത്ഥിച്ചു, ഒരു ദിവസം പ്രാർത്ഥിച്ചു, 2 ദിവസം പ്രാർത്ഥിച്ചു, 3 ദിവസം പ്രാർത്ഥിച്ചു, 1 മാസം പ്രാർത്ഥിച്ചു, വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? നടക്കത്തില്ല, മടുക്കും. തുടങ്ങിയത് മറന്നു വരുന്നു. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഓക്കെ, മടുത്തു പോകാതെ നമ്മൾ പ്രാർത്ഥിച്ചാല്, ഓക്കെ, ഇങ്ങനെയുള്ള ടെർമിനോളജി ചിലപ്പോൾ നിങ്ങൾ കേട്ടോ, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ വിശ്വാസപ്രകാരം ദൈവത്തിന്റെ വചനപ്രകാരം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നടന്നിരിക്കും. അതിന് കാലതാമസം എടുത്താലും പ്രാർത്ഥന നിർത്തുന്ന ശക്തികളൊക്കെ കാണും, എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കും. കാരണം കർത്താവ് യേശുക്രിസ്തുവും പറഞ്ഞു, ഞാൻ ആദ്യം ഒരു വാക്യം പറഞ്ഞു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ അപേക്ഷിക്കുവിൻ. ദാറ്റ്സ് ഓൾസോ പെറ്റീഷൻ, പ്രേയർ, സപ്ലിക്കേഷൻ. നമ്മൾ അപേക്ഷിച്ചാൽ അത് ലഭിച്ചിരിക്കും, അല്ലേ? അപ്പോൾ ആ വചനപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നടന്നിരിക്കും. പക്ഷെ വിശ്വാസത്തിൽ തണുത്തു പോകരുത്. നമ്മൾ ചോദിക്കുന്ന കാര്യത്തിൽ ഈസ് ഇറ്റ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗാഡ്? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, ഈ നിയമാവലി അനുസരിച്ച് ഞാൻ ചോദിക്കുന്നത് എൻ്റെ റൈറ്റ് ആണോ? യെസ്.
റൈറ്റ് ആണെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മടുത്തു പോകാതെ ക്ഷീണിച്ചു പോകാതെ പ്രാർത്ഥിക്കുക. അത് നടന്നിരിക്കും നമ്മുടെ ലൈഫിൽ. ഓക്കെ. ഇപ്പോൾ അടുത്തൊരു ഉപമ തൊട്ട് താഴെ പരീക്ഷൻ്റെ ചുങ്കക്കാരുടെ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ അതും അതിൻ്റെ വേറൊരു സൈഡാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു. അർദ്ധരാത്രിക്ക് അപ്പം ചോദിച്ചില്ലെന്നൊരു സ്നേഹിതൻ അവൻ മുട്ടിപ്പായി യാചിക്കുകൊണ്ട് പല തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊന്നും ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അതും ചോദിക്കുന്ന ആരോടാണെന്നുള്ള ഒരു ബോധ്യം, ഇല്ലെങ്കിൽ അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ അപ്പം ചോദിച്ചു വരുന്ന ഒരു അനുഭവം, അതും വേറൊരു മെസ്സേജ്. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പ്രയറിൻ്റെ അർത്ഥം പറഞ്ഞായിരുന്നു, പല ലാംഗ്വേജിലുള്ള അർത്ഥം. അപ്പോൾ അതെല്ലാം ഒരു എക്സിക്യൂട്ടിങ്, നീതി നടപ്പാക്കുക. ഇവിടെയും അവൾക്ക് ആ നീതി നടപ്പായാണ് കിട്ടുന്നത്. ഒരു കോർട്ട് ഹൗസിൽ ചെന്നിട്ട്, ഇപ്പോൾ നമ്മളിവിടെ ലിറ്ററലി ഒരു കോടതി പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് ജഡ്ജിയുടെ മുമ്പിൽ ചെന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ചെന്നിട്ട് നമ്മൾ ജഡ്ജി വന്ന് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോഴേക്കും നമ്മളവിടെ നിന്ന് കംപ്ലീറ്റ് കരഞ്ഞു കാണിച്ചാൽ ജഡ്ജിക്ക് മനസ്സറിഞ്ഞ് നമുക്ക് വിധി നടപ്പാക്കി തരുമോ? ഇല്ല. ജഡ്ജി പറയും കോർട്ട് ഈസ് അഡ്ജേൺഡ്, പോയിട്ട് പിന്നെ വാ, ഇല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കും. നമ്മളുടെ കാര്യങ്ങൾ അവിടെ പറയുമ്പോഴാണ്. അപ്പോൾ നമ്മൾ തിരുവചനപ്രകാരം ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും മറുപടിയുണ്ട്. ഓക്കെ. അപ്പൊ അതൊരിക്കലും മറന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത്. ശിഷ്യന്മാർ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു, ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, യോഹന്നാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പക്ഷെ തിരുവചനപ്രകാരം നമ്മൾ നോക്കുമ്പോഴേക്കും പ്രാർത്ഥനയെ പറ്റിയുള്ള എല്ലാ ഉപമകളും ആ വാക്യങ്ങളും എല്ലാം നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നടന്നിരിക്കും. അപ്പോൾ അതൊരിക്കലും മറന്നു പോകരുത്. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് വാക്യങ്ങളുണ്ട് പ്രാർത്ഥനയുടെ വിഷയം. നമുക്ക് അതൊന്ന് ചിന്തിക്കാം. ഇതിപ്പോൾ അല്പമായിട്ട് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇല്ലേ? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, പക്ഷെ വിശ്വാസത്തിൽ നമ്മൾ ക്ഷീണിച്ചു പോവുകയും ചെയ്യരുത്. പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവം നമുക്കിത് ഓഫർ ചെയ്തിട്ടുള്ളതാണോ? ഇപ്പൊ നമ്മുടെ രോഗശാന്തി ഓൾറെഡി ഡൺ അല്ലേ? നമ്മുടെ പാപം, നമ്മുടെ രോഗം, നമ്മുടെ ശാപം, ഇതെല്ലാം ദൈവം ഇതിനെല്ലാത്തിനും പരിഹാരം വരുത്തിയതാ, അല്ലേ? കർത്താവിൻ്റെ അടുത്ത് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യമാ. കർത്താവ് പറഞ്ഞ, എനിക്ക് മനസ്സുണ്ട്. ഹീസ് മൈൻഡ്ഫുൾ. കർത്താവിന് മനസ്സുണ്ട്. അപ്പൊ രോഗസൗഖ്യം കർത്താവിന്റെ ഇഷ്ടമാണോ? യെസ്. അവന്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ അപേക്ഷിച്ചാൽ യെസ്, മടുത്തു പോകാതെ ഏത് വിഷയമാണെങ്കിലും അതിൽ മറുപടി വന്നിരിക്കും. ആ രോഗത്തിന് സൗഖ്യം വന്നിരിക്കും. അത് ഒരു വിഷയം വന്ന് എടുത്തു പറഞ്ഞുള്ളത്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് വിഷയമായിക്കോട്ടെ, മടുത്തു പോകാതെ വചനപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കും. അതാണ് ഈ പ്രാർത്ഥനയുടെ ലീഗൽ സൈഡ്. നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ്സിൽ അനേക ഉപമകളും, ഞാൻ നേരത്തെ പറഞ്ഞ കൺഫ്യൂഷനുള്ള വാക്യങ്ങളും, ഇല്ലെങ്കിൽ ഇതിൻ്റെ സ്പിരിച്വൽ സൈഡ്, ആത്മീയമായിരിക്കുന്ന പ്രാർത്ഥനയുടെ വശങ്ങളും നമ്മളൊന്ന് ചിന്തിച്ചാൽ ഈ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് അധികം നിങ്ങളെ കൺഫ്യൂസ് ആക്കാതെ, അല്പം കിട്ടിയത് മനസ്സിൽ സംഗ്രഹിച്ച് ജസ്റ്റ് മെഡിറ്റേറ്റ്, ഇത് ധ്യാനിക്കുക. ദൈവം കൂടുതലായിട്ട് ഇതിൽ നമുക്ക് വെളിപ്പെടുത്തി തരും. ഓക്കെ. ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.